നിങ്ങൾ ഒരു സദസ്സിലോട്ടൊക്കെ വരുന്ന സമയത്ത് പല ആംഗിളിൽ നിന്ന്, ടോപ്പ് ആംഗിളിൽ നിന്ന്, ഭയങ്കര ലോ ആംഗിളിൽ നിന്നൊക്കെ ആയിരിക്കും എടുക്കുന്നത്. അത് എപ്പോഴെങ്കിലും ചിലപ്പോഴെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഞാനൊരു വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുമ്പം ഞാൻ എന്തായാലും കണ്ണാടിയുടെ മുമ്പിൽ നോക്കി എനിക്ക് പേഴ്സണൽ കംഫർട്ട് എന്നുള്ള ഒരു സാധനമുണ്ട് എന്ത് വസ്ത്രം ധരിക്കുമ്പോഴും. ആ, ആ, അത് ഉറപ്പാക്കിയിട്ടായിരിക്കും ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. പക്ഷെ ഞാൻ പലപ്പോഴും നമ്മൾ ആ ഫംഗ്ഷന് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് എവിടെ നിന്ന് എടുക്കുന്നു എന്ന് പോലും നമ്മൾ കാണാറില്ല എന്നുള്ളതാണ് അതിന്റെ റിയാലിറ്റി. കാരണം നമ്മൾ ആ ഒരു ഗസ്റ്റ് ആയിട്ട് ആ സ്ഥലത്ത് ചെല്ലുന്നതാണ്. മിക്കവാറും ക്യാമറ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. ഇത് ഈ ക്യാമറ അവിടെ നിൽക്കുന്നത് പോലും നമ്മൾ ഫോൺ അവിടെ ഉണ്ടാവുന്നത് പോലും നമ്മൾ അറിയണം എന്നില്ല. അപ്പം ആംഗിള് അവര് ഡെഫിനറ്റ്ലി ഇതിന് എന്തെങ്കിലും ഒരു ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ചെയ്യുന്നത്. ആ ഒരു റവന്യൂ അവർക്ക് ഉണ്ടാവുന്നുണ്ട് ഈ വീഡിയോസ് ഇങ്ങനെ വൈറൽ ആവണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പം ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാതെ മാന്യമായി വന്ന് വിഷ്വൽസ് ക്യാപ്ചർ ചെയ്തു പോകുന്ന ആളുകളുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല നമ്മൾ പറയുന്നത്. ചുരുക്കം ചില ആളുകളെങ്കിലും ഈ രീതിയിൽ ഫോക്കസ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അതെ, അങ്ങനെ എപ്പോഴും മീൻസ് നമ്മളെല്ലാവരും ഓൺലൈൻ മീഡിയാസ് എന്ന് പറയുമ്പോഴത്തേക്ക് മോശം മാത്രമാണ് പറയാറ് ഈ ആംഗിൾസിന്റെ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നല്ലതായിട്ട് വീഡിയോ എടുത്ത് നല്ല വീഡിയോ സ്ഥിരമായിട്ട് ഫോട്ടോകൾ ഡെഫിനറ്റ്ലി ഉണ്ട്. അത് ഒരു സെലിബ്രിറ്റി എന്ന രീതിയിൽ, ഒരു ആക്ടർ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ടുമാണ് ആ ഒരു കാര്യം. അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുകയും ചെയ്യണം. കാരണം ഈ മോശം ചെയ്യുന്നിടത്ത് നമ്മൾ മോശം പറയുന്നു എന്നതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ നല്ലത് കാണുമ്പോൾ നല്ലതും പറയണമല്ലോ. എക്സാക്ട്ലി ഇത് രണ്ടും ഉണ്ട് അവിടെ.